1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനത്തിന് ഉന്നതി ലഭിക്കുന്ന, അതായത് സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ ലഭിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുള്ള ഒരു കാലതടസ്സം മാറിക്കിട്ടുന്നു. അത് വേഗം കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കുന്നു. അതുപോലെ ഉദരത്തിനുള്ള എന്തെങ്കിലും രീതിയിൽ വയറ് സംബന്ധിച്ചുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിഹാരം, തക്ക ചികിത്സ ലഭിച്ച് പരിഹാരം ഉണ്ടാകുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ രോഗമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരമായിട്ട് തടസ്സങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. വാദം പോലെ ഉള്ള അസുഖങ്ങളുണ്ടെങ്കിലും, അതുപോലെ വെരിക്കോസ് മൂലമുള്ള അങ്ങനെയൊക്കെയുള്ള കാലുവേദനകളും പ്രശ്നങ്ങളൊക്കെ തക്ക പരിഹാരം ലഭിച്ച് അത് മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ ശരീരത്തിനുണ്ടായിട്ടുള്ള ഒടിച്ചിൽ അല്ലെങ്കിൽ ചതവ് മൂലമുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. ശരീരത്തിന്റെ ബലക്കുറവ്, അതായത് വിറയല് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്ക ചികിത്സ നടത്തേണ്ട ഒരു സമയമാണ്. അത് നല്ല രീതിയിൽ സുഖം പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായിട്ടുള്ള ചില പേരുദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. അപമാനം പോലുള്ളവ മാറിക്കിട്ടുന്നു. അടുത്ത ബന്ധുവിന്റെ വിയോഗം മൂലം ഉണ്ടായ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ പരിഹാരമാകുന്നു. അഗ്നിയിൽ നിന്നും ഒക്കെ ഉള്ള പൊള്ളലേൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർക്കും, അതുപോലെ കീടനാശിനിയിലെ ദേഹത്ത് അലർജി വരികയോ മറ്റുള്ള ശ്വാസം മുട്ടൽ പോലുള്ള അസുഖം വരുന്നവർക്കെല്ലാം അതിന് ഒരു പരിഹാരം ഉണ്ടായി, അതും ഒക്കെ ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നു. ചിലർക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി സാധിക്കുന്നു. ബന്ധുക്കളോടുള്ള പിണക്കവും വൈരാഗ്യവും ഒക്കെ മാറിക്കിട്ടുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായാലും ചിലർക്ക് അത് അനുഭവിക്കാനുള്ള ഒരു യോഗം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതും ഈ ചിങ്ങമാസത്തോടുകൂടി അതെല്ലാം മാറിക്കിട്ടുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നത് അടുത്ത മാസത്തേക്ക് അത് മാറ്റിവെക്കുന്നു. അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ദാമ്പത്യം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹ നിശ്ചയം നടത്തുന്നതിനുള്ള സമയം കുറിച്ച് വെച്ചത് വേറൊരു സമയത്തേക്ക് മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ബാല്യകാലം ഒരുവിധം നല്ലതായിരിക്കുന്നുവെന്നേ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ചില അവസരത്തിൽ കുടുംബത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില ബാല്യകാല അസുഖങ്ങളും ചിലർക്ക് ഉണ്ടായേക്കാം. ആശുപത്രി വാസവും കാണുന്നുണ്ട്. അതുപോലെ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലർ പരസ്പരം അകന്ന് താമസിക്കാം. ചിലർ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നതിനും സാധ്യതയുണ്ട്. എന്നാലും വിദ്യാഭ്യാസം തുടങ്ങുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് അന്യദേശവാസം ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് കുടുംബത്തിൽ ഒരു പുതിയ വീട് ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ബുദ്ധിക്ഷയം വരുന്നതിനൊരു സാധ്യതയുണ്ട്. നന്മയും തിന്മയും അറിയാമെങ്കിലും ചില സമയങ്ങളിൽ ആലോചനാശേഷി കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു അപാകതയായിട്ടാണ് വരുന്നത്. 15 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ കുറെയൊക്കെ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ട് ഉപജീവനം നടത്തേണ്ടതായിട്ട് വരുന്നു. ചിലര് ആത്മീയതയിൽ കൂടി ജീവിക്കുന്നു. മറ്റു ചിലർ നിഗൂഢപരമായ മന്ത്രതന്ത്ര വിദ്യകളും പൂജ പോലുള്ളവയിലും ഒക്കെ പ്രാവീണ്യം നേടി അതില് അവര് ഉപജീവനം കണ്ടെത്തുന്നു. മറ്റു ചിലർ ജ്യോതിഷ പണ്ഡിതന്മാര് ആകാനായിട്ടും സാധിക്കുന്നു. ഏതു അവസ്ഥയിലായിരുന്നാലും ഇവരിൽ ചിലർ 50 വയസ്സിന് ശേഷം ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ ധനവും ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. എന്തുണ്ടെങ്കിലും ഇവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നു. എന്ത് ചോദിച്ചാലും അവര് ആർക്കും എന്തും കൊടുക്കുന്നത് ഇവരുടെ ഒരു ശീലമാണ്. അത് പണമായിട്ടും വസ്തുവകകളായിട്ടായിരുന്നാലും എല്ലാം ഇവര് കൊടുത്തു ശീലിച്ച ഒരു ആൾക്കാരാണ്. പല രീതിയിലുമുള്ള ചൂഷണങ്ങൾക്ക് ഇവര് അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ധനത്തിനും ധാന്യങ്ങൾക്കും ഒന്നിനും ഒരു കുറവ് ഇവർക്ക് വരുന്നില്ല.
അത്യാവശ്യത്തിന് എല്ലാം അവർക്ക് ആ സമയത്ത് അവർക്ക് പണം ഇല്ലെങ്കിൽ പോലും ആ സമയത്ത് എല്ലാം ലഭ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട്. ശത്രുക്കളും ഈ സമയം വർദ്ധിച്ചു വരാം ഇവർക്ക്. ആയതിനാൽ മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചിലർക്ക് ഈ സമയം ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. 31 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചിലർക്ക് കടുത്ത വാതരോഗം വന്ന് കിടപ്പിലാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇക്കാലത്ത് ചില ചതയം നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അസൂയാലുക്കളായ ആൾക്കാർ നിങ്ങളെ പല രീതിയിലും ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കാം. ധനപരമായി നഷ്ടം വരുമെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില ചതയം നക്ഷത്രക്കാർക്ക് ഉയർന്ന പദവിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വ്യാപാരം, വ്യവസായം എന്നീ തൊഴിലുകൾ ഇവർക്ക് ചേർന്നതല്ല. സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ച് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ചിലർക്ക് ചില പോലീസ് പരാതികളും കേസുകളും ഈ കാലയളവിൽ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില സന്തോഷങ്ങൾ നടക്കാം. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും യാതൊരുവിധ ബന്ധങ്ങളും നിങ്ങൾ വയ്ക്കരുത്. അതെല്ലാം ദോഷത്തിലേക്ക് വരൂ. മാതാപിതാക്കളുടെ ആരെങ്കിലും മരണം സംഭവിക്കാനും ഈ കാലഘട്ടത്ത് സാധ്യതയുണ്ട്. 50 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം, സ്നേഹിതന്മാരുണ്ടാകാം. അതുവഴി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പല പ്രകാരത്തിലും സമ്പത്ത് കൈവശം വരാം. എന്നാൽ അതുപോലെ തന്നെ ചെലവുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. ഈ കാലത്തിൽ ചില ചതയ നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. 50 വയസ്സിന് അപ്പുറം പുതിയ ഒരു ജീവിത മാർഗം കണ്ടുപിടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. പുതിയ ജീവിത മാർഗം ഒരുവിധം നല്ല രീതിയിൽ ഇവർക്ക് പോകുന്നതിനും സാധിക്കുന്നു. ഗവേഷണ മേഖലയിലേക്കുള്ളവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സന്തോഷമുള്ള പലതും കുടുംബത്തിൽ നടക്കുന്നു. ചില സങ്കടങ്ങളും ഉണ്ടായേക്കാം, എങ്കിലും അതൊന്നും അത്ര ഒരു പ്രയാസം വരുന്നില്ല. സ്വന്തമായി വാഹനം വാങ്ങുന്നതിനും മറ്റും സാധിക്കുന്നു. വീട് ഉണ്ടാകുന്നു. കണ്ടത്തിന് ഇവർക്ക് എപ്പോഴും ഒരു അസുഖമുള്ളതായിട്ടാണ് കാണുന്നത്. ഈശാനുഗ്രഹം ഇവർക്ക് ലഭിക്കാം. ചില വാതരോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. ഏത് രംഗത്തായിരുന്നാലും ഉത്സാഹപൂർണമായ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് എപ്പോഴും സാധിക്കുന്നു. ഈ സമയം ഗുരുസ്ഥാനീയരിൽ നിന്നും പല ഗുണങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. 67 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ശത്രുദോഷം ഈ സമയം അവർക്ക് ഏൽക്കുന്നില്ല. ചെറിയ രോഗങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ചില ഗുണങ്ങൾ ഇവർക്ക് ലഭ്യമാകാം. സ്വഭവനത്തിൽ നിന്നും മാറി അന്യദേശത്ത് താമസമാകുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അന്യദേശ ഗമനം കൊണ്ട് ധനലാഭം ഉണ്ടാകാം. വാദം, കഫം മുതലായ അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായി തർക്കം, വഴക്ക് എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ധനം നശിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. ഉയർന്ന അധികാരികളോട് അധികം ശത്രുത പുലർത്താണ്ടിരിക്കുക. വിരോധം പുറത്ത് കാണിക്കരുത്. ഇവിടെ വിദ്യാഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ ചതിവിലും വഞ്ചനയിലും പെടുത്താൻ നിങ്ങളെ പലരും നോക്കും. അതൊന്നും നിങ്ങൾ പെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ സമയം ഒരിക്കലും കേസ് ഒന്നും മുതിരരുത്. പുതുതായിട്ട് കേസിനൊന്നും ജരാദി രോഗങ്ങൾ ഉണ്ടാകാം. 74 വയസ്സിന് മുകളിലോട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിലെ കുറച്ച് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും കുറെ ചതുവ് പറ്റിയതും ഒക്കെ മാറിക്കിട്ടുന്ന അതിന് പരിഹാരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില സർജറികൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ചില സർജറികൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എങ്കിലും ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും ഈ സമയം അവർക്ക് യോഗം കാണുന്നുണ്ട്. അധികാരികളിൽ നിന്നും ഇവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാം. ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കൃഷിയിൽ നിന്നും മറ്റും തൊഴിലിൽ നിന്നൊക്കെ ഇവർക്ക് ധാരാളം വരുമാനം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകാം. ഒരുവിധം നല്ലൊരു സമയമാണ് ഇവർക്ക്. പുതിയ വാഹനം, ആഭരണങ്ങൾ, വീട്, മറ്റു വസ്തുവകളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ചില രോഗങ്ങൾ വരുമെങ്കിലും ചികിത്സ ഇവർക്ക് ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ചിലർക്ക് പുരാവസ്തുക്കളും നിധിയും ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ബുധൻ, ഗുരു എന്നിവ, ഈ ബുധനും ഗുരുവും കൂടി കർക്കിടക രാശിയിൽ യോഗം വരുന്നതിനാൽ ബുദ്ധിശക്തിയും സാമ്പത്തിക പുരോഗതിയും സംസാരശേഷിയൊക്കെ ഉണ്ടാകുന്നതാണ് കാണുന്നത്. അതായത് വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അറിവും മറ്റുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കഴിവും ലഭിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ യോഗം മൂലം ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. വാക്കുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. ധനനേട്ടം ഇവർക്ക് ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല സ്ഥിരമായി
ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുന്നതിനും കഴിവ് ഈ യോഗം മൂലം കഴിവ് വരുന്നു. അതുപോലെ തന്നെ കലകളായ നൃത്തം, സംഗീതം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ്. അതുപോലെ കൊച്ചുകുട്ടികളും ഈ രംഗത്തേക്ക് വരുന്നതിന് ഉത്സാഹം പ്രകടിപ്പിക്കുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാവരോടും സ്നേഹവും വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ നടത്തുന്നതിന് ഈ യോഗം മൂലം കഴിവുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ചിങ്ങരാശിയിൽ സൂര്യന്റെയും കേതുവിന്റെയും യോഗം വരുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ഈ യോഗം വളരെ മോശപ്പെട്ട ഒരു യോഗമാണ്. ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇച്ഛാശക്തിയെയും സാരമായി ബാധിക്കുന്ന ഒരു മോശപ്പെട്ട യോഗമാണ്. ചിലർക്ക് വയറു സംബന്ധിച്ച് നിരവധി അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തലവേദന ഉണ്ടാകാം, മൈഗ്രെയിൻ പോലുള്ളവ കൂടാം. അതുപോലെ ഊർജ്ജക്കുറവ്, അതായത് ഉന്മേഷക്കുറവ് വരാം, ആരോഗ്യത്തിൽ കുറവ് വരാം, അതായത് അലസതയൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കരിയറിലും ബിസിനസ്സിലൊക്കെ തീരുമാനങ്ങൾ നിർണായകമായ സമയത്ത് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അതിന് പറ്റാത്തൊരവസ്ഥ വരാം. കാരണം അവരെ മനോനില അതിന് അനുവദിക്കാത്തൊരു സാഹചര്യം, അലച്ചിലും വരാം, ആശയക്കുഴപ്പം, മനസ്സിന് സംഘർഷങ്ങൾ വരാം. അനാവശ്യമായി ആരോടും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ വഴക്കിനും ബഹളത്തിനൊന്നും പോവുകയും ചെയ്യരുത്. കോപങ്ങളൊക്കെ ഒഴിവാക്കുക. ചന്ദ്രശുക്ര യോഗം നടക്കുന്നതിനാണ്, അത് കന്നി രാശിയിലാണ് നടക്കുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു യോഗമാണ്. വ്യക്തിയുടെ മനസ്സിനെയും സാർഗാത്മികതയെയും ജീവിത രീതിയെ തന്നെ വളരെയധികം ഗുണമേറിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നല്ല യോഗമാണിത്, ശുക്ര യോഗം. അത് കന്നി രാശിയിലാണ് നടക്കുന്നത്. കന്നി രാശി ശുക്രന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സാർഗാത്മിക മേഖലകളിൽ താല്പര്യം വർദ്ധിക്കുന്നതിന്, അത് നിലവിലുള്ള ആൾക്കാർക്ക് വളരെയേറെ ഗുണം കിട്ടുന്നതിനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരോട് വളരെ സഹതാപത്തോടെ പെരുമാറാനും അവർക്ക് പറയാനുള്ള സങ്കടങ്ങൾ കേൾക്കാനുമുള്ള ഒരു മനസ്സ് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു യോഗവും കൂടിയാണിത്. അതുപോലെ തന്നെ ടൈം ബോണ്ടായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി അനുവദിക്കുന്ന സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കുന്നതിന്, അത് കോൺട്രാക്ട് വർക്കായിരുന്നാലും പ്രോജക്ട് വർക്കായിരുന്നാലും എല്ലാം അനുവദിച്ച സമയത്തിന് മുമ്പ് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതും ഈ യോഗത്തിന്റെ പ്രത്യേകതയാണ്. അശ്രദ്ധമായ വസ്ത്രധാരണ രീതിയും അതുപോലെ തന്നെ വ്യക്തിശുചിത്വം ഇല്ലാത്തവരും നല്ല രീതിയിൽ വ്യക്തിശുചിത്വം പാലിക്കുന്നതായിട്ടും വീടും ചുറ്റുപാടുകളും സൂക്ഷിക്കുന്നതായിട്ടും ഈ യോഗം മൂലം കാണാൻ സാധിക്കുന്നു. ഈ യോഗത്തിന് ഒരു ന്യൂനതയുള്ളത്, പ്രണയബന്ധത്തിലും സ്നേഹബന്ധത്തിലൊക്കെ എന്തോരം ആത്മാർത്ഥത കാണിച്ചാലും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം ബന്ധങ്ങളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാകാം. അനാവശ്യമായ ചിന്തകളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാനും ഈ യോഗം മൂലം ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അപൂർവമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.